നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രഫലം ഒരു ജാതക ഫലമല്ല. ഇവിടെ നമ്മൾ അറിയിക്കുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ ഫലമാണ്. എന്നിരുന്നാലും ജാതകഫലം തയ്യാറാക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഈ ഫലവുമായി കുറേയൊക്കെ വ്യത്യാസം വന്നേക്കാം. വളരെ കൃത്യമായി ഫലം അറിയണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില വെച്ച് തന്നെ ഫലം അറിയണം എന്നതാണ് സത്യം. എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ നക്ഷത്രഫലം ഇതുതന്നെയായിരിക്കും എന്നതാണ് ഗ്രന്ഥങ്ങളിൽ കൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചാൽ ആരോഗ്യമുള്ള ശരീരം, സത്യം പറയുന്ന സ്വഭാവം, പരാക്രമശീലം, ദൃഢനിശ്ചയം, സുഖജീവിതം, സാമ്പത്തിക മെച്ചം എന്നിവ ഉണ്ടായിരിക്കും. വികല ബുദ്ധി, പരസ്ത്രീകളിൽ താൽപ്പര്യം, ക്രൂരത, ദാരിദ്ര്യം, നന്ദികേട് എന്നിവ പൊതു സ്വഭാവമാണ്. ഭരണി നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചാൽ, അതായത് ഭരണി നക്ഷത്രം തുടങ്ങി ആദ്യത്തെ 15 നാഴികയ്ക്കകത്താണ് ആ വ്യക്തി ജനിക്കുന്നതെങ്കിൽ ചുവപ്പ് നിറമുള്ള ദേഹം, കടുപ്പമേറിയ സ്വഭാവം, ശത്രുക്കളോട് നിത്യവൈര്യം, പരാക്രമശീലം, അവസാനം വരെ ഉറച്ചു നിൽക്കുന്ന പ്രകൃതം, ഉദാരമായ മനസ്സ് എന്നിവയാണ് ഫലം. ഭരണി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ, അതായത് 15 നാഴികയും 30 നാഴികയ്ക്കകത്തുമാണ് ജനിക്കുന്നതെങ്കിൽ മന്ദത, എല്ലാത്തിലും നൈപുണ്യം, കോപശീലം, ഉയർന്ന ബുദ്ധി, പലതരം ഗുണങ്ങൾ, ശാസ്ത്രജ്ഞാനം, ധാർമ്മികത ഇവയാണ് ഫലം. ഭരണി നക്ഷത്രം മൂന്നാം പാദത്തിൽ ജനിച്ചാൽ 30 നാഴികയും 45 നാഴികയ്ക്കും അകത്താണ് ജനിക്കുന്നതെങ്കിൽ മെലിഞ്ഞു നീണ്ട ശരീരം, അഭിമാനശീലം, വലിയ കണ്ണുകൾ, വിശാല ബുദ്ധി, എപ്പോഴും പ്രസന്നത, കോപശീലം എന്നിവയാണ് ഫലം. ഭരണി നക്ഷത്രം നാലാം പാദത്തിൽ ജനിച്ചാൽ, അതായത് 45 നാഴികയും 60 നാഴികയ്ക്കും അകത്താണ് ജനിക്കുന്നതെങ്കിൽ നന്ദികേട്, സാഹസബുദ്ധി, ക്രൂരത, നിർബന്ധ ബുദ്ധി, അഹങ്കാരം, പാപികളോടും പാപകർമ്മങ്ങളോടും ഇഷ്ടം, ഗുണങ്ങളോട് വെറുപ്പ് തുടങ്ങിയവയാണ് ഫലം. ഭരണി നക്ഷത്രത്തിൽ സ്ത്രീകൾ ജനിച്ചാൽ ഭരണി നക്ഷത്രക്കാരി സ്ത്രീകളോട് കൂടുതൽ ഇടപഴകും. ദുഷ്ടബുദ്ധി, വഴക്കുണ്ടാക്കുന്ന ശീലം, ചീത്ത ചിന്താഗതിയുള്ള മനസ്സ്, ധനം, ആഭരണം, പ്രതാപം ഇവ ഇല്ലാത്ത അവസ്ഥ, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുണ്ടാവുക തുടങ്ങിയവയാണ് ഫലം. ഭരണി നക്ഷത്രത്തിൽ സ്ത്രീ ആയാലും പുരുഷനായാലും ജനിച്ചാൽ ഉള്ള പൊതുവെയുള്ള ഫലമാണ്. ഭരണി ഒരു സ്ഥിതി നക്ഷത്രമാണ്. ആകയാൽ 2 കാര്യങ്ങളുണ്ട്. ഇവർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തുടർന്നാൽ മതി എന്ന ചിന്താഗതിക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം കർമ്മോത്സുകത കാട്ടുകയില്ല. അതുപോലെ ഇവരുടെ സ്ഥിതി തീരെ താഴോട്ടോ ഏറെ മുകളിലോട്ടോ പോവുകയില്ല. ഇതൊരു മനുഷ്യഗണ നക്ഷത്രമാകയാൽ നല്ല മനുഷ്യപ്പറ്റുള്ളവരായിരിക്കും. ആനയാണ് ഇവരുടെ മൃഗം. ആ തലയെടുപ്പും ഗാംഭീര്യവും ഇവർക്ക് സ്വതസിദ്ധമാണ്. ആനയ്ക്ക് അതിൻ്റെ പിന്നാമ്പുറം കാണാൻ കഴിയാത്തതുപോലെ ഇവർക്കും ഇവരുടെ പല കാര്യങ്ങളും അറിയാനാകില്ല. ഭരണിയുടെ നക്ഷത്രനാഥൻ ശുക്രനാകയാൽ കുറേ സുഖാനുഭവങ്ങളും
ലൗകിക സമൃദ്ധിയും ഭരണിക്കാർ അനുഭവിക്കാതിരിക്കില്ല. കലകളിലെല്ലാം ഇവർക്ക് കൗതുകവും പാടവവും ഉണ്ടാകും. കഠിനാധ്വാനം ചെയ്യാൻ മനസ്സില്ലാത്തതിനാൽ പല കഴിവുകളും പുറംലോകം അറിയുകയില്ല. ഏതു കാര്യത്തിൻ്റെയും ദോഷമാകും ഇവർ ആദ്യം ചിന്തിക്കുക. അത് ഇവർക്ക് വളരെയേറെ ദോഷമായി ഭവിക്കാറുണ്ട്. ഉറച്ച പ്രകൃതമുള്ളവരാണെന്ന് തോന്നാം, എന്നാൽ പരുക്കൻ മട്ടുകാരാണെന്നും തോന്നാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ കുഞ്ഞുങ്ങളെപ്പോലെയാണ്. എന്തിനേയും ഏതിനേയും കൗതുകത്തോടെ നോക്കിക്കാണുന്നവരാണ്. ചെറിയ കാര്യങ്ങൾ പോലും അവരെ പൊട്ടിക്കരയാനും പൊട്ടിച്ചിരിക്കാനും പ്രാപ്തമാക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഉയർന്ന കാര്യപ്രാപ്തി പ്രകടിപ്പിക്കും. അവരുടെ നീതിബോധവും ഭരണ നൈപുണ്യവും ആദരണീയമാണ്. ഭരണി ഒരു ക്രൂര നക്ഷത്രമാകയാൽ പിടിവാശിയും വൈരാഗ്യവും ഇവരുടെ കൂടപ്പിറപ്പുകളായിരിക്കും. കുടുംബജീവിതത്തിൽ എപ്പോഴും സ്വച്ഛന്തത ഉണ്ടാവണമെന്നില്ല. ഭരണി മധ്യരജ്ജുവിൽ വരുന്ന നക്ഷത്രമാകയാൽ വിവാഹത്തിന് കാലതാമസമോ വൈവാഹിക ജീവിതത്തിൽ പൊരുത്തക്കേടുകളോ ഉണ്ടായെന്നും വരാം. ഭരണി നക്ഷത്രക്കാർക്ക് രോഹിണി, തിരുവാതിര, പൂയം എന്നിവ 3, 5, 7 നക്ഷത്രങ്ങൾ. വിശാഖം, 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അഷ്ടമരാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാരുമായുള്ള ദീർഘമായ കൂട്ടുകെട്ടുകൾ നല്ല ഫലം തരണമെന്നില്ല. ഈ നാളുകളിൽ ശുഭകർമ്മങ്ങളും വർജിക്കണം. ഭരണി നക്ഷത്രക്കാർക്ക് ആദ്യം ശുക്രദശ, ആകെ 20 വർഷം. ജനിച്ച നാഴികയുടെ ഏറ്റക്കുറവനുസരിച്ച് ആദ്യ ദശ കുറയും. പകുതി വർഷങ്ങൾ സ്വീകരിക്കുകയാണ് പതിവ്. അപ്പോൾ 10 വയസ്സുവരെ ശുക്രദശ. തുടർന്ന് സൂര്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വാദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം എന്നിങ്ങനെയാണ് ദശാക്രമം. ഇവയിൽ ഏതേതു ദശകൾ നല്ലത്, ഏതേതു ദശകൾ മോശം എന്നത് ഗ്രഹനില മുൻനിർത്തി നിർണ്ണയിക്കാവുന്നതാണ്. ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ. ഭരണിയുടെ നക്ഷത്രനാഥൻ ശുക്രനാകയാൽ ശുക്രൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാലക്ഷ്മി, ഇന്ദ്രാണി, അന്നപൂർണേശ്വരി തുടങ്ങിയവരിൽ ഒരു ദേവതയെ പതിവായി ഭജിക്കണം. മഹാലക്ഷ്മിയുടെ മന്ത്രം ഇവിടെ ചേർക്കുന്നു. ഓം മഹാലക്ഷ്മി നമഃ. ഈ ഒരു മന്ത്രം പതിവായി ഈ നക്ഷത്രക്കാർ ചൊല്ലേണ്ടതാണ്. നക്ഷത്രനാഥനായ ശുക്രൻ അനിഷ്ടരാശികളിലെങ്കിൽ ഭദ്രകാളി ഭജനം അനിവാര്യമാണ്. കാളി സഹസ്രനാമം പതിവായി ചൊല്ലുന്നതും ഉത്തമം. ഭരണി നക്ഷത്രക്കാർ മേടക്കൂറുകാരാണല്ലോ. മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഗ്രഹനിലയിൽ ഓജരാശികളിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും, യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണം. ഭരണി നക്ഷത്രത്തിൻ്റെ രത്നം വജ്രമാണ്. ഇളം പുഷ്യരാഗവും ഉൾപ്പെടുത്താം. ശുക്രൻ്റെ രത്നം വജ്രം, രാശ്യാധിപനായ ചൊവ്വയുടെ രത്നം പവിഴം. ഇവയിൽ ഏത് സ്വീകരിക്കണമെന്ന് ജ്യോതിഷനോട് ചോദിച്ച ശേഷം മാത്രം നിശ്ചയിക്കുക. മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിൻ്റെ നക്ഷത്രഫലവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് നല്ലത് വരട്ടെ.